നമസ്കാരം. ഇക്കിഗായ് എന്ന് പറയുന്നൊരു വാക്കിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പലരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരുണ്ടായിരിക്കും. ഇക്കിഗായ് എന്ന് പറയുന്നത് ഒരു ജാപ്പാനീസ് വേർഡാണ്. അതൊരു ജാപ്പനീസ് വേർഡാണ്, അതൊരു ജാപ്പനീസ് ബുക്കുമാണ് ഇക്കിഗായ്. അതായത് ജപ്പാനിലെ ഒരു വിഭാഗം ജനങ്ങളിലെ ആയുസ്സ്, അവരുടെ ആയുർദൈർഘ്യമൊക്കെ വളരെ കൂടുതലാണ്. 100, 110 അങ്ങനെയൊക്കെയുള്ള അത്രയും വയസ്സായവർ ഒരു 60ൻ്റെയും 70ൻ്റെയും ചുറുചുറുക്കോട് കൂടിയിട്ട് അവർ ഡ്രൈവ് ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു, അവരുടെ ദൈനംദിന കാര്യങ്ങളിലെല്ലാം വളരെ ആക്റ്റീവായി അങ്ങനെ. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു രഹസ്യം എന്നറിയാൻ വേണ്ടി ഒരു ഓതർ അവിടെ പോയി സ്റ്റേ ചെയ്ത് പഠിച്ച് അവരുടെ ജീവിത രീതികൾ നോക്കി മനസ്സിലാക്കി പലരെയും ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങനെ സയൻറ്റിഫിക്കായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടൊക്കെ എഴുതിയൊരു ബുക്കാണ് ഇക്കിഗായ്. ഇക്കിഗായ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ വയറ് നിറയെ ഭക്ഷണം കഴിക്കില്ല. ഇപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ചെയ്യുക, അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമ്മൾ കഴിക്കും അല്ലേ? അങ്ങനെയാണ് നമ്മൾ കഴിക്കുക. ഇവരെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ജപ്പാനിലെ ഒരു വിഭാഗം ആളുകൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് വിശപ്പടങ്ങി എന്ന് തോന്നുന്ന ആ സെക്കൻഡിൽ അവർ ഭക്ഷണം നിർത്തും. ഒരു വയറ് നിറയെ ഭക്ഷണം കഴിക്കില്ല. 3 നേരമോ 4 നേരമോ ഒന്നും നമ്മുടെ പോലെയുള്ളൊരു ഒരു അങ്ങനത്തെ ഒരു കാര്യങ്ങളല്ല അവരുടെ, ഭക്ഷണ രീതിയല്ല അവരുടെ. അപ്പോൾ അത് അവരുടെ ഹെൽത്തിനെ വളരെയധികം നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അവരുടെ എക്സസൈസ്, മെഡിറ്റേഷൻ, അതിനൊക്കെ അപ്പുറത്ത് സ്വയം സന്തോഷിപ്പിക്കാനുള്ള എന്തെങ്കിലും അവർ ഒരു ദിവസം ചെയ്യുമെന്നാണ് പറയുന്നത്. സ്വയം സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ഒന്നിൽ അവർക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രഷർ മാറി നമ്മളൊരു പ്ലഷർ മൈൻഡായി മാറും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സൗഹൃദങ്ങൾ, പിന്നെ അവരുടെ ജോലി എന്ന് പറയുന്നത്, നമ്മളൊക്കെ കഠിനാധ്വാനികളാണ് അല്ലേ? നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ ഒരിച്ചു പണിയെടുക്കുന്ന അങ്ങനത്തെയുള്ള, എന്നാലും നമുക്ക് ഒന്നൊന്നും ആവുന്നില്ല. പക്ഷേ ഇവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മസമർപ്പണമാണ് അത്രേ. അതായത് കോൺസെൻട്രേഷൻ, കുറച്ച് ജോലി ചെയ്യുള്ളൂ, അതിലവർ ഫുൾ എനർജി കൊടുത്ത് കുറച്ച് നേരം അവരതിലേക്ക് 100ൽ 100 കൊടുത്ത് അവരതിനെ വേറെ ഒന്നിലും അവർ ശ്രദ്ധ മാറ്റാതെ ആ പണി കഴിഞ്ഞു, അവരുടെ അന്നത്തെ ജോലി കഴിഞ്ഞു. അങ്ങനെ ആ ഒരു വളരെ ലൈഫ് സ്റ്റൈലൊക്കെ വളരെ നമുക്കിങ്ങനെ കാണുമ്പോൾ, നമുക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര കൗതുകം തോന്നും.